all, welcome to I Plus ഞാൻ അക്ഷര. ഇന്ന് നമുക്ക് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഡൈവേഴ്സിറ്റി, വൈവിധ്യം എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കാനായിട്ടുള്ളത്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ, ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രം ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇത്രയും ഡൈവേഴ്സിറ്റികളുടെ ഇടയിൽ യൂണിറ്റിയാണ് നമ്മുടെ സ്ട്രെങ്ത്, ജ്ഞാനത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഡൈവേഴ്സിറ്റി എന്ന് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് പഠിക്കാം. ഡൈവേഴ്സിറ്റി refers to difference among people because of their racial or ethnic background, linguistic background, cultural and religious background, etc. അപ്പോൾ എന്താണ്, ആളുകളിൽ പലവിധം വൈവിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ വംശപരമായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ട്, ഭാഷാപരമായിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് കൊണ്ട്, സംസ്കാരവുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് കൊണ്ട്, മതവുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് കൊണ്ടൊക്കെ ആളുകളുടെ ഇടയിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും, വൈവിധ്യം കാണാനായിട്ട് സാധിക്കും. ഡൈവേഴ്സിറ്റി ഓൾസോ comes when people adapt their lives to the geographical area in which they live. ഇനി ഡൈവേഴ്സിറ്റി എങ്ങനെയും വരാം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിൽ താമസിക്കുന്ന. ഉദാഹരണം നോക്കാം, പീപ്പിൾ ലിവിംഗ് ഇൻ മൗണ്ടനീസ് റീജിയൻ ആർ ക്വൈറ്റ് ഡിഫറെൻറ്റ് വിത്ത് ദ പീപ്പിൾ ഇൻ പ്ലെയിൻ ഏരിയാസ്. അപ്പോൾ ഒരിക്കലും സമതലങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അതേപോലെ ആയിരിക്കത്തില്ല ഈ പറയുന്ന മൗണ്ടൻ റീജിയനിലൊക്കെ താമസിക്കുന്ന. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അല്ലേ, അതിൽ വ്യത്യാസങ്ങളുണ്ടാകാം. അപ്പോൾ തീരദേശങ്ങൾ വരുമ്പോൾ വ്യത്യാസമാകാം, മരുഭൂമി വരുമ്പോൾ വ്യത്യാസമാകാം. അപ്പോൾ ഓരോ ഏരിയയിലും എന്താണ്, ജോഗ്രഫിക്കൽ ഏരിയ കൊണ്ടും വൈവിധ്യങ്ങൾ, അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും ഒക്കെ എന്താണ്, നമുക്ക് ആ ഒരു വ്യത്യാസം കാണാനായിട്ട് കഴിയും. Both are different in physical features and also follow the different culture and tradition. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഈ മൗണ്ടനും പ്ലെയിനും ഒന്ന് എടുക്കുമ്പോഴത്തേക്ക് എന്താണ്, അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കിയാൽ അവരുടെ കൾച്ചറും ട്രഡീഷനും ഒക്കെ എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. ഇനി നമുക്ക് ഇന്ത്യൻ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പഠിക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൾട്ടി ഫേസ്റ്റഡ് ഡൈവേഴ്സിറ്റി, ഇന്ത്യയിലെ വൈവിധ്യത്തിന് പല മുഖങ്ങളുണ്ട്. കാര്യം എന്താണ്, ഇന്ത്യ ഈസ് ക്യാരക്ടർഡ് ബൈ വാസ്റ്റ് ഡൈവേഴ്സിറ്റി encompassing various aspects such as religion, language, festivals and cuisine. അപ്പം നോക്കിക്കേ, മതത്തിൻ്റെ കാര്യം നോക്കിയാലും, ഭാഷയുടെ കാര്യം നോക്കിയാലും, നമ്മളുടെ ആഘോഷങ്ങളുടെ കാര്യം നോക്കിയാലും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കിയാലും ഒക്കെ എന്താണ്, അതിലെല്ലാം ഒരുപാട് വൈവിധ്യം കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഇനി റീജിയണൽ ഡിസ്റ്റിങ്ഷൻ, നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ റീജിയണലി ഒരുപാട് ഡിസ്റ്റിങ്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഡിഫറെൻറ്റ് സ്റ്റേറ്റ് വിയറിംഗ് ഡിസ്റ്റിങ് ക്ലോത്തിങ് ആൻഡ് എക്സിബിറ്റിംഗ് വേരിയഡ് കൾച്ചർ പ്രാക്ടീസ്. ഇപ്പം നമുക്ക് നമ്മുടെ കേരളം തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, തമിഴ്നാടുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലോത്തിങ്ങിലും അതേപോലെ തന്നെ എന്താണ് കൾച്ചറൽ പ്രാക്ടീസിലും ഒക്കെ ഒരുപാട് വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ജോഗ്രഫിക്കൽ ഇമ്പാക്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ജോഗ്രഫിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ജോഗ്രഫിക്കൽ ലാൻഡ്സ്കേപ്പിലാണ് ഈ പറയുന്ന ജനങ്ങൾ വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജോഗ്രഫിക്കൽ ലാൻഡ്സ്കേപ്പ് പ്ലേസ് എ റോളിംഗ് ഷേപ്പ് ഇൻ ഡൈവേഴ്സിറ്റി ഹാസ് സീൻ ഇൻ ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ കോസ്റ്റൽ ഏരിയസ് ലൈക്ക് കേരള ആൻഡ് മൗണ്ടൻ റീജിയൻ ലൈക്ക് ലഡാക്ക്. അപ്പം കേരള പോലെയുള്ള ഒരു തീരദേശങ്ങളൊക്കെയുള്ള തീരപ്രദേശമുള്ള ഒരു സംസ്ഥാനം, ലഡാക്ക് പോലെ എന്താണ് കുന്നുകളും മലകളും നിറഞ്ഞൊരു പ്രദേശവും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചേഞ്ചാണ് അല്ലേ, ആ ഒരു ഡൈവേഴ്സിറ്റിയെ ബേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലും ക്ലോത്തിൻ്റെ കാര്യത്തിലും ഒക്കെ നമുക്ക് വ്യത്യാസം വന്നു. ദ ഇൻഫ്ലുവൻസ് ഓഫ് ചൈനീസ് ആൻഡ് അറബ് ട്രേഡേഴ്സ് had left a similar cultural imprint on both regions despite the geographical difference. ഇനി നോക്കിക്കേ, ഈ രണ്ടിടത്തും ചൈനീസും അറബ്സും വന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, പണ്ടത്തെ കാലം എടുക്കുമ്പോഴത്തേക്ക് പല നാട്ടിൽ നിന്നുള്ള ട്രേഡേഴ്സൊക്കെ ഇവിടെ വരികയും ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും, അവരുടെ കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്തു. അപ്പം ഇത്തരത്തിൽ ഈ രണ്ട് സ്ഥലങ്ങളിലും ഒരുപോലെ ചൈനീസ് ആൻഡ് അറബ് ട്രേഡേഴ്സ് വന്നതുകൊണ്ട് എന്താണ്, ഒരു കൾച്ചറൽ ഒരു ചെറിയൊരു സിമിലർ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ കഴിയുമെങ്കിലും എന്താണ്, ഈ പറഞ്ഞ ഡൈവേഴ്സിറ്റിയും അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഈ എക്സാമ്പിൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല, ജോഗ്രഫിക്കൽ ഇമ്പാക്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത ഫോംസ് ഓഫ് ഡൈവേഴ്സിറ്റി. ഇനി ഇന്ത്യയിലെ ഡൈവേഴ്സിറ്റിയുടെ ഫോംസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, റേഷ്യൽ ഡൈവേഴ്സിറ്റി. ഇന്ത്യ എക്സിബിറ്റ് ഡൈവേഴ്സിറ്റി ഇൻ ടേംസ് ഓഫ് റേസ് with people belonging to different racial groups characterized by distinct features such as height, skin color, nose type, hairforms and eye features. അപ്പോൾ നമുക്ക് ഈ ഒരു വംശീയപരമായിട്ടുള്ള ഡൈവേഴ്സിറ്റി ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കും. പൊതുവേ നമ്മൾ പറയാറുണ്ട് ദ്രവീഡിയൻസും ആര്യൻസും എന്ന് പറഞ്ഞുള്ള രണ്ട് വംശം ഉണ്ടെന്നൊക്കെ നമ്മൾ കാര്യങ്ങൾ പറയാറുണ്ട്. ഇനി എന്താണ്, ഹൈറ്റ് നോക്കിയാലും സ്കിൻ കളർ നോക്കിയാലും നോസ് ടൈപ്പ് നോക്കിയാലും ഹെയർ ഫോം, ഐ ടൈപ്പ് ഫീച്ചേഴ്സും ഒക്കെ വ്യത്യാസമാണ്. ഇപ്പം നമ്മൾ ഈ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള ആളുകളെയൊക്കെ നമുക്കിവിടെ നോക്കുമ്പോൾ എന്താണ്, അവരെല്ലാം ഒരുപോലെ ഇരിക്കുന്നതായിട്ട് തോന്നും അല്ലേ. അപ്പോൾ ഈ ഒരു റേഷ്യൽ, അവർ ഏത് വംശത്തിൽ പെടുന്നു എന്നത് വെച്ചുള്ള ഡൈവേഴ്സിറ്റി നമ്മൾക്ക് ഇന്ത്യയിൽ കാണാം. അടുത്ത ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, എടുത്തു പറയേണ്ട ഒരു പോയിന്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്രയും വലിയൊരു രാജ്യം, അപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് എത്ര ഭാഷകളാണല്ലേ. ഇന്ത്യ ബോസ്റ്റ് റിച്ച് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി എവിഡൻസ് ബൈ ദ പ്രസൻസ് ഓഫ്
1652 languages spoken as mother tongues including many tribal language. ഈ ഒരു രാഷ്ട്രത്തിൽ എന്താണ് 1652 ഭാഷകൾ എന്താണ് സംസാരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അതിലെന്താണ് പല ട്രൈബൽ ലാംഗ്വേജുകൾ, ഗോത്ര ഭാഷകളുണ്ട്. ചിലപ്പോൾ എന്താണ് വളരെ കുറച്ച് വിരലിൽ എണ്ണാൻ കഴിയുന്ന ആളുകൾ മാത്രം സംസാരിക്കുന്ന ഭാഷകൾ പോലും നമ്മുടെ രാജ്യത്തുണ്ട്. അവിടെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു പോയിന്റാണ് ഹൗ 22 ലാംഗ്വേജസ് ആർ ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ്. നമ്മുടെ ഷെഡ്യൂൾ 8 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, 8ാം ഷെഡ്യൂൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? 22 ഭാഷകൾ മാത്രമാണ് നമ്മൾ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ബാക്കി എന്താണ്? ബാക്കി ഇതുപോലെ മദർ ടങ്സ് ഒരുപാടുണ്ടെങ്കിലും നമ്മൾ 22 ഒഫീഷ്യലി അംഗീകരിച്ചിട്ടുള്ളൂ. അടുത്ത റിലീജിയസ് ഡൈവേഴ്സിറ്റി. ഇന്ത്യ ഈസ് എ ഹോം ടു മൾട്ടിറ്റ്യൂഡ് ഓഫ് റിലീജിയൻസ് ഇൻക്ലൂഡിങ് ഹിന്ദുയിസം, ഇസ്ലാം, സിഖിസം, ക്രിസ്ത്യാനിറ്റി, ബുദ്ധിസം ആൻഡ് ജൈനിസം. അപ്പം നമ്മൾ പല മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഹിന്ദുയിസം, ഇസ്ലാം, സിഖിസം, ക്രിസ്ത്യാനിറ്റി, ബുദ്ധിസം ആൻഡ് ജൈനിസം. ഇനി ഇതുകൂടാതെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? നമുക്കൊരു മതം നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ചെയ്യേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താണ് ഒരു മതം ഫോളോ ചെയ്യണം എന്ന് പോലും എന്താണ് ഇവിടെ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഹിന്ദുയിസം ഇസ് എ പ്രീഡോമിനന്റ് റിലിജിയൻ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് അറൌണ്ട് 80.5% ഓഫ് ദ പോപ്പുലേഷൻ അക്കോർഡിംഗ് ടു 2011 സെൻസസ്. പഴയ കണക്കാണ് പറയുന്നത്. പിന്നീട് മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, ജൈൻ പോപ്പുലേഷനാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്താണ് ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ഹിന്ദുയിസമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള റിലീജിയൻ എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്ത കാസ്റ്റ് ഡൈവേഴ്സിറ്റി. കാസ്റ്റ് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ജാതി വ്യവസ്ഥയുടെ ഒരു ഒറിജിൻ എന്ന് പറയുമ്പോൾ തന്നെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒറിജിൻ ആണുള്ളത്. അപ്പോൾ കാസ്റ്റ് ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബർത്ത് ആൻഡ് ഫാമിലി ഓക്കുപ്പേഷനെ ബേസ് ചെയ്തുകൊണ്ട് കാസ്റ്റ് ഡിവിഷൻ വരുന്നുണ്ട്. അപ്പം അതിനകത്ത് തന്നെ എന്താണ് നമുക്ക് ഈ ന്യൂമറസ് കാസ്റ്റുകൾ ഇങ്ങനെ വരും, പിന്നെ അധികം സബ് കാസ്റ്റുകളൊക്കെ വരും. അറ്റ് എ മാക്രോ ലെവൽ ദീസ് കാസ്റ്റ് ആർ കാറ്റഗറൈസ്ഡ് 4 വർണ്ണാസ്. അപ്പം നമ്മൾ ഈ ഒരു പണ്ട് കാലത്ത് എന്താ ചെയ്തത്? 4 വർണ്ണങ്ങളായിട്ടാണ് തിരിച്ചിരുന്നത്. ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ ആൻഡ് ശൂദ്ര ഫോമിംഗ് എ സിഗ്നിഫിക്കൻറ്റ് ആസ്പെക്ട് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ഇൻ ദ കൺട്രി. പിന്നെ ഇത് കൂടാതെ ബാക്കിയുള്ളവരെല്ലാം എന്താണ് കംപ്ലീറ്റ്ലി അൺടച്ചബിൾ എന്ന് പറഞ്ഞാണ് അന്ന് ലേബൽ ചെയ്തിരുന്നത്. പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് അൺടച്ചബിലിറ്റി നമ്മൾ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കി എടുത്ത് കളഞ്ഞു. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ, ഏൻഷ്യൻ്റ് ഒറിജിനുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ തന്നെയാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഒരു കാസ്റ്റിൻ്റെ പേരിലുള്ള ആ ഒരു ഡൈവേഴ്സിറ്റി. ഇനി ഒരു കാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ തന്നെ സബ് കാസ്റ്റുകളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതിയാണ് ഈ ഒരു കാസ്റ്റ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി റിലീജിയസ് ഡൈവേഴ്സിറ്റി നമ്മൾ പറഞ്ഞ കാര്യമാണ്. അടുത്ത യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിലേ പറഞ്ഞു അല്ലേ, നാനത്വത്തിൽ ഏകത്വം. എന്താണ് സംഭവം? ഇന്ത്യ diversity including various cultures, religion and region has historically been a source of strength for its people. അപ്പോൾ നോക്കിക്കേ, നമ്മൾ പല കൾച്ചറിലുള്ളവരാണ്, പല മതങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ്, പല റീജിയണിൽ നിന്ന് വരുന്നവരാണ്. പക്ഷേ എന്തായാലും എന്താണ്, നമ്മളെല്ലാം ഒന്നാണ്, ഭാരതീയരാണ്, ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു ബോധം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. ഈ ഒരു ബോധമാണ് എന്താണ് ഈ പറയുന്ന നമ്മുടെ ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു രാജ്യത്തിൻ്റെ, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിയാണ്. During the British colonial period, people from diverse background united against British rule, refuting the colonial strategy of dividing them based on their diversity. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവർ കുറേ നാളൊക്കെ പറഞ്ഞ് നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലാക്കി ഒരുപാട് വൈവിധ്യങ്ങളുള്ള രാഷ്ട്രമാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു ഡൈവേഴ്സിറ്റി ഒരു തുറപ്പ് ചെയ്തിട്ട് ആക്കിക്കൊണ്ട് എന്ത് ചെയ്യും, ഇവരെ തമ്മിൽ ഭിന്നിപ്പിക്കാം. അവരുടെ ഒരു നയം തന്നെയാണ് ഭിന്നിപ്പിച്ച് വരിക്കുക എന്നൊക്കെയുള്ള നയം അവർ കൊണ്ടുവന്നത്. അപ്പോൾ നോക്കിക്ക്, ഇങ്ങനെ ഭിന്നിപ്പിക്കാൻ നോക്കിയപ്പോഴും എന്താണ് എല്ലാവരും ഒന്നിച്ച് നിൽക്കാനായിട്ടുള്ള ആ ഒരു തീരുമാനത്തിൻ്റെ മുമ്പിലാണ് നമ്മൾക്ക് എന്താണ് പിന്നീട് നമ്മൾ സ്വാതന്ത്ര്യത്തിലോട്ട് നയിക്കപ്പെട്ടത്. അപ്പം നോക്കിക്കേ, പല ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരെ ബ്രിട്ടീഷ് റൂളിന് എതിരായിട്ട് യുണൈറ്റ് ചെയ്തു. നമ്മൾ ഹിസ്റ്ററി പഠിച്ച സമയത്തും ഒക്കെ പറഞ്ഞതാണ്, ആ ഒരു ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പൊട്ടിപ്പുറപ്പെട്ട ശേഷം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, ഹിന്ദുസും മുസ്ലിംസും എല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് എന്താണ് ബഹദൂർ ഷാ അദ്ദേഹം മതി, നമ്മളുടെ രാജാവായിട്ട്, നമ്മുടെ ചക്രവർത്തിയായിട്ട് അദ്ദേഹം മതി എന്ന് ഒരു ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ ഈ ഹിന്ദു മുസ്ലിംസ് അവർ തമ്മിൽ വേർപേശുകൊണ്ട് ഈ രാജ്യത്തെ രണ്ടാക്കാം എന്നൊക്കെ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരെ കരുതിയിരുന്നൊന്നും അവരെ കൊണ്ട് പോസിബിൾ അല്ലാതാക്കിയത് എന്താണ്, ഇന്ത്യക്കാരുടെ ഈ ഒരു ഒറ്റക്കെട്ടായിട്ട് നിന്നുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു എന്ന് നമ്മൾ ഓൾറെഡി ഹിസ്റ്ററിയിൽ പഠിച്ചതാണ്. ഇനി ചോദിക്കുന്ന ഒരു ടേമാണ്, ദ ടേം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി വാസ് കോയിൻഡ് ബൈ ഇന്ത്യസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആരാണ്
ഈ ഒരു ടേം മുന്നോട്ട് വെച്ചത്. ഒരു ഫ്രേസ് ആരാണ് മുന്നോട്ട് വെച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ടു എൻകാപ്സുലേറ്റ് ദ ഐഡിയ ഓഫ് നാഷണൽ യൂണിറ്റി ഡെസ്പൈറ്റ് ഡൈവേഴ്സ് കൾച്ചറൽ റിലീജിയസ് ആൻഡ് റിലീജിയൻ ഡിഫറൻസസ്. അപ്പം നോക്കിക്കുക, നമ്മുടെ നാഷണൽ യൂണിറ്റി എന്ന് പറയുന്ന ആശയം, ദേശീയ ഐക്യത എന്ന് പറയുന്ന നമുക്ക് എന്തൊക്കെ കൾച്ചർ, റിലീജിയസ്, റീജിയണൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും ദേശീയ ഐക്യം എന്ന് പറയുന്ന ഒരു സംഗതിയുടെ പ്രാധാന്യത്തെ ഊന്നി പറഞ്ഞ വ്യക്തി ആരാണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. നമ്മുടെ ഇന്ത്യത്തെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ്. ഇൻസിഡൻസ് ലൈക്ക് ദ ജാലിയൻവാല ബാഗ് ഇൻസിഡന്റ് ഇൻ 1990 ഡെമോൺസ്ട്രേറ്റഡ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി as individual from Hindu, Muslim and Sikh communities came together to protest against British cruelty. അപ്പം നമുക്കറിയാം, ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചതാണ് ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല 1919 നടന്ന സമയത്ത് എന്താണ്? ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടും ബ്രിട്ടീഷുകാരുടെ ക്രൂരതകൾക്ക് എതിരായിട്ടും അവിടെ അന്ന് ഹിന്ദുസും മുസ്ലിംസും സിഖ്സും എല്ലാവരും കൂടെ ഒന്നിച്ച് വന്നാണ് പ്രവർത്തിച്ചത്. അപ്പോൾ ആ ഒരു സംഗതി എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഐക്യത്തെക്കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഇനി എന്താണ് ഡിസ്ക്രിമിനേഷൻ? അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടേമാണ്. അപ്പോൾ സിംപ്ലി വാട്ട് ഇസ് ഡിസ്ക്രിമിനേഷൻ ഒന്നും ചോദിക്കത്തില്ല. അത് ഇതുപോലെ എക്സാമ്പിൾസും ഒക്കെ തന്നിട്ട് അതിൽ നിന്ന് കണ്ടെത്താനായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പം ഡിസ്ക്രിമിനേഷൻ occurs when individuals act on prejudice or ഓൺ prejudice ഓൺ stereotypes. ഒന്നെങ്കിൽ എന്താണ്, നമ്മൾ മുൻധാരണകൾ വെച്ചുകൊണ്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ കുറിച്ച് അവരിങ്ങനെയാണ് അവരങ്ങനെയാണ് എന്നൊക്കെ ഒരു പറഞ്ഞു വെപ്പുകളുണ്ടല്ലോ. സയൻറ്റിഫിക്കലി നോക്കിയാലും എവിഡൻസ് നോക്കിയാലും ഒന്നും അങ്ങനെ പ്രൂഫ് ഒന്നും ഉണ്ടാകാറില്ല. അപ്പം ആ ഒരു സംഗതി. People from diverse background including different languages, religions and regions may face discrimination based on their customs and practice. നമുക്കിപ്പോൾ നമ്മുടെ രാജ്യത്ത് നോക്കിയാലും ഈ ഒരു ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ ഒന്നിൻ്റെ ഒരു ബേസിസിലും ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടെങ്കിലും നമ്മൾക്കറിയാമല്ലോ പലതരത്തിലുള്ള വിവേചനങ്ങളും പല തലത്തിലും ആളുകൾ നേരിടുന്നുണ്ട്. പല ലാംഗ്വേജ് ഉപയോഗിക്കുന്ന, പല റിലീജിയൻ ഫോളോ ചെയ്യുന്നുണ്ട്, പല റീജിയനിൽ നിന്ന് വരുന്നത് കൊണ്ട് പലപ്പോഴും എന്താണ് പലരും ഇത്തരത്തിലുള്ള വേർതിരിവുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അവരുടെ കസ്റ്റംസിൻ്റെ പ്രാക്ടീസസിൻ്റെ ഒക്കെ ബേസിൽ അവരെന്താണ് ഈ ഒരു വേർതിരിവ് വിവേചനം അവർ അനുഭവിക്കുന്നുണ്ട്. ഡിസ്ക്രിമിനേഷൻ ക്യാൻ ബി ബോത്ത് എക്കണോമിക് ആൻഡ് കൾച്ചർ ഇൻ നേച്ചർ. അപ്പോൾ എന്താണ് എക്കണോമിക് ആയിട്ട് ഇപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ആകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം കൾച്ചറലായിട്ട് സാംസ്കാരികപരമായിട്ടുള്ള ആ ഒരു ഡിഫറൻസ് ആകാം. ഇനി ആൻറ്റി ഡിസ്ക്രിമിനേഷൻ എന്താണെന്ന് ഉള്ള ടേം അറിഞ്ഞിരിക്കണം. ആൻറ്റി ഡിസ്ക്രിമിനേഷൻ ഇൻവോൾവ്സ് ട്രീറ്റിംഗ് ആൾ ഇൻഡിവിജ്വൽസ് ഫെയർലി ആൻഡ് ഈക്വലി റിഗാർഡ്ലെസ് ഓഫ് ദെയർ സർക്കംസ്റ്റൻസസ്. ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാവട്ടെ അവരെ എല്ലാവരെയും എന്താണ് ഒരേപോലെ ട്രീറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ ആൻറ്റി ഡിസ്ക്രിമിനേഷൻ എന്നുള്ള ഒരു ടേം നമുക്കിവിടെ പ്രാധാന്യമായിട്ട് വരണം? ഒരു ടീച്ചർ എന്ന നിലയിൽ ക്ലാസ് റൂമിൽ എത്തുമ്പോൾ എല്ലാ കുട്ടികളെയും സമഭാവനയോടെ കാണാനായിട്ട് ആർക്ക് കഴിയണം? ടീച്ചറിന് കാണാനായിട്ട് കഴിയണം. ഒരിക്കലും ഇത്തരത്തിൽ ഡൈവേഴ്സിറ്റിയുടെ പേരിൽ ഒരു പർട്ടിക്കുലർ കാസ്റ്റിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ പർട്ടിക്കുലർ റിലീജിയനിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള കൾച്ചർ ഫോളോ ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മൾക്ക് നമ്മുടെ മുമ്പിലെത്തുന്ന വിദ്യാർത്ഥികളെ വേർതിരിച്ച് കാണാൻ പാടില്ല. അവരോടൊരിക്കലും വിവേചന മനോഭാവം നമ്മൾ വെച്ച് പുലർത്താനായിട്ട് പാടില്ല. അത് മാത്രമല്ല ഈ ഒരു ആശയം കുട്ടികളിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാൻ ഏറ്റവും സാധിക്കുന്നതും ആർക്കാണ്? ടീച്ചേഴ്സിന് തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പരീക്ഷയ്ക്കും ഇത്തരത്തിൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഗതി അതിലും യൂണിറ്റി കണ്ടെത്താനായിട്ട് കുട്ടികളെ നിങ്ങൾക്ക് അങ്ങനെ നയിക്കാനായിട്ട് നിങ്ങൾക്കൊരു ടീച്ചർ എന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ്. Next, education plays a crucial role in addressing discrimination with teacher discussing the various dimensions of social realities to students. അപ്പോൾ നോക്കിക്കേ വിദ്യാഭ്യാസത്തിലൂടെ അപ്പോൾ എന്താണ് പണ്ട് കാലത്തൊക്കെ ഉള്ളവർ ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ കേട്ടുണ്ടാക്കി ഒരുപാട് പണ്ടുള്ള നമ്മുടെ അമ്മൂമ്മമാരും അവരൊക്കെ പറയുന്നുണ്ട് അവർ നമ്മുടെ കൂട്ടരല്ല എന്നൊക്കെ. നിങ്ങൾ പലരും അത് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരിക്കലും എന്താണ് ഇന്നത്തെ കാലത്ത് നമ്മളങ്ങനെ പറയില്ല. കാരണം നമ്മളെന്താണ് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ എന്താണ്, എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ബോധമുള്ള ആളുകളാണ് നമ്മൾ. അപ്പം ആ ഒരു ബോധം നമ്മൾ ഇനി വരുന്ന തലമുറകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൈമാറി കൊടുക്കണം. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് അത്രയും പ്രായമുള്ളവർക്ക് എന്താണ് അവർക്ക് അത് എഡ്യൂക്കേഷൻ കിട്ടാത്തത് കൊണ്ടായിരിക്കും അവരങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, അപ്പം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇത്തരത്തിലുള്ള വിവേചനം നടത്താനായിട്ട് പാടില്ല. അത്തരം വിവേചനത്തിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. കുട്ടികളിലേക്കും ഈ ഒരു ആശയം നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയണം. ഈ ടൈപ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് നോക്കാം. ഇൻഡിവിജ്വൽ ഡിസ്ക്രിമിനേഷനും ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിമിനേഷനും ഉണ്ട്. അപ്പോൾ നോക്കാം. ഇൻഡിവിജ്വൽ ഡിസ്ക്രിമിനേഷൻ നെഗറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വൺ പേഴ്സൺ ബൈ അനദർ ബേസ്ഡ് ഓൺ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ എന്തെങ്കിലും ഒരു പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പേരിൽ എന്താണ് നമ്മൾ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു മറ്റൊരു വ്യക്തിയെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫാക്ടർ കൊണ്ട് കാസ്റ്റോ ക്രീഡോ റിലീജിയനോ എന്തൊരു ഫാക്ടറോ ആയിക്കോട്ടെ അതുകൊണ്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മാറ്റി നിർത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഇൻഡിവിജ്വൽ ഡിസ്ക്രിമിനേഷൻ എന്ന്
പറയാം. അടുത്ത ടൈപ്പാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിമിനേഷൻ. എൻ്റയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രിമിനേറ്റിംഗ് അഗെയിൻസ്റ്റ് എ പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് സൊസൈറ്റി. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ മൊത്തത്തിൽ എന്ത് ചെയ്യുകയാണ്, അവരെ മാറ്റി നിർത്തുകയാണ്, അവരോട് വിവേചനം കാണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുവാണ്. ദ എക്സാമ്പിൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിമിനേഷൻ വുഡ് ബി എ ലീഗൽ കോഡ് വിത്ത് ഹോൾഡിംഗ് സഫറേജ് റൈറ്റ് ടു വോട്ട് ഫ്രം സർട്ടൻ എത്നിക് ഗ്രൂപ്പ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ജപ്പാനീസ് കനേഡിയൻ അറ്റ് ദ ടൈം ഓഫ് വേൾഡ് വാർ II. അപ്പോൾ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്ത കാര്യങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ ഈ പണ്ടൊക്കെ ഈ വോട്ടവകാശം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ക്ലാസ്സിന് മാത്രം കൊടുക്കുന്നത്. ഇപ്പോൾ സഫറേജ് എന്ന് വെച്ചാൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എത്നിക് ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രം വോട്ടും ബാക്കിയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ ഡിസ്ക്രിമിനേഷൻ അല്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിമിനേഷനാണ്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ മൊത്തത്തിൽ അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണ്. ഇനി വേൾഡ് വാർ II സമയത്ത് ജപ്പാനീസ് കനേഡിയൻസിനോട് കാണിച്ച ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അവരെ കംപ്ലീറ്റ് ആയിട്ട് അവരെ എന്താണ് മാറ്റി നിർത്തുകയാണ്, അവരോട് വിവേചനം കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ ഡിസ്ക്രിമിനേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞ രണ്ട് പദങ്ങളാണ് പ്രെജുഡിസും സ്റ്റീരിയോടൈപ്പ്. ഇനി നമുക്ക് പ്രെജുഡിസ് എന്താണെന്ന് നോക്കാം. പ്രെജുഡിസ് ഇൻവോൾവ് ഫോമിങ് ഒപ്പീനിയൻ ഓർ ജഡ്ജ്മെൻറ്റ് ബിഫോർ ഹാവിങ് റെലവൻറ്റ് ഫാക്ട്സ്. റെലവൻറ്റ് ഫാക്ട്സ് ഒന്നും നോക്കുന്നില്ല. അതിനു മുമ്പ് എന്താണ്, നമ്മൾ ആരെങ്കിലെയും കുറിച്ച് അല്ലെങ്കിൽ എന്തിനെങ്കിലെയും കുറിച്ച് നമ്മളൊരു അഭിപ്രായമോ ജഡ്ജ്മെൻറ്റോ അങ്ങ് ഇറക്കുവാണ്. ഇപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമുക്ക് കൂടുതലൊന്നും ഓർത്തില്ല, അയാൾ ശരിയല്ലോ, അയാൾ മഴ കള്ളനാണെന്ന് തോന്നുന്നു എന്ന് വെറുതെ നമ്മുടെ ഉള്ളിലൊരു തോന്നി നമ്മൾ പറയാറില്ല. അങ്ങനെ പറയാൻ പാടില്ല. അതിനെയാണ് പ്രെജുഡിസ് എന്ന് പറയുന്നത്, മുൻധാരണ എന്നാണ്. It often lead to unfavorable judgment based on personal characters such as gender, value, belief, ethnicity or other traits. അപ്പോൾ നോക്കിക്കേ, ഇവിടെയൊക്കെ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്, അപ്പോൾ അൺഫേവറബിൾ ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മോഷണം നടന്നെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ഒരു സിനിമകളുടെയൊക്കെ രീതി എങ്ങനെയാണ്, ഈ മോഷ്ടാക്കളെ ചിത്രീകരിക്കുന്നത് കുറച്ച് അവരെന്താണ് ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ആ മോഷണം നടന്നെടുത്തൊരു ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ആൾ നിൽക്കുന്നു, ഒരു ഫെയർ സ്കിൻഡ് ആയിട്ടുള്ള ആൾ നിൽക്കുന്നു. അപ്പോൾ ഇവരിൽ ഒരാളാണ് പ്രതി എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ കണ്ട സിനിമകളൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ജഡ്ജ് ചെയ്തേക്കാം എന്താണ് ഈ ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ആൾ കള്ളനാണെങ്കിലോ എന്ന് നമ്മൾ ജഡ്ജ് ചെയ്തേക്കാം. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി നമ്മൾ അയാളെ നോക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കാം, അൺഫേവറബിൾ ജഡ്ജ്മെൻറ്റ്സ് വന്നേക്കാം. അപ്പോൾ അതാണ് ഈ ഒരു മുൻധാരണയുടെ പ്രശ്നം. ഒരു പക്ഷേ ചിലപ്പോൾ എന്താ മറ്റേ ആളായിരിക്കാം ആ ഒരു മോഷണം നടത്തിയത്, പക്ഷേ ഈ മുൻധാരണയുടെ പുറത്ത് നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, അൺഫേവറബിൾ ആയിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കാം. ആ ഒരു സംഗതിയാണ് എന്താ പ്രെജുഡിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണേ. അപ്പം ഇതുപോലെ ഓരോ എക്സാമ്പിൾസ് തന്നിട്ട് ഇവിടെ എന്താണ് എന്ത് സംഗതിയാണ് ഇവിടെ വരുന്നത്, പ്രെജുഡിസ് ആണോ സ്റ്റീരിയോടൈപ്പ് ആണോ ഡിസ്ക്രിമിനേഷൻ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയണം. ഇനി സ്റ്റീരിയോടൈപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പ്രെജുഡിസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അടുത്ത് നമുക്ക് സ്റ്റീരിയോടൈപ്പ്. സ്റ്റീരിയോടൈപ്പ് റെഫേഴ്സ് ടു ഫിക്സഡ് ഇമേജ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പും അവരെക്കുറിച്ച് നമ്മളൊരു ഫിക്സഡ് ഇമേജ് അങ്ങ് വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, സ്റ്റീരിയോടൈപ്പ് എന്ന് പറയും. ഇറ്റ് റെപ്രസെൻറ്റ് തോട്ട്സ് ഓർ ബിലീഫ് അബൌട്ട് സ്പെസിഫിക് ഇൻഡിവിജ്വൽസ് ഓർ വേ ഓഫ് ഡൂയിങ് തിങ്സ് വിച്ച് മേ ഓർ മേ നോട്ട് ആക്യുറേറ്റ്ലി റിഫ്ലക്ട്. അപ്പോൾ എന്താണ് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് അവിടെ എന്താണ് അവരെക്കുറിച്ചുള്ള ഒരു നമുക്ക് ഒരു അവരെക്കുറിച്ചുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ബിലീഫ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾ ഇങ്ങനെയാകണോ എന്ന് നമുക്കുള്ള ഒരു കുറച്ച് ഫിക്സഡ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ ചെയ്തു വെച്ചേക്കുന്ന കുറേ സംഗതി ഉണ്ടല്ലോ. അത് ശരിക്കും എന്താണ് ശരിയാവണമെന്നില്ല. ഒരു ഉദാഹരണം പറയാം, നമ്മൾ പറയാറുണ്ടല്ലോ, പണ്ടുപോലെ കേൾക്കുന്നതാണ്, ആൺകുട്ടികൾ കരയാൻ പാടില്ല, ആൺകുട്ടികളാണെങ്കിൽ നല്ല ധൈര്യമായിട്ടിരിക്കണം, പെൺകുട്ടി അവൾ പെൺകുട്ടിയാണ്, അവളെ കൊണ്ടൊന്നിനും പറ്റില്ല എന്നൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ് സ്റ്റീരിയോടൈപ്പാണ്. എന്താണ് ആൺകുട്ടികൾക്ക് കരഞ്ഞാൽ, പെൺകുട്ടികൾക്ക് ധൈര്യത്തോടെ ഇരുന്നാൽ എന്താണ് പ്രശ്നം, ഒരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇതൊക്കെ എന്താണ് ഇങ്ങനെ സ്റ്റീരിയോടൈപ്പുകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ജെ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ നമുക്കറിയാം പെൺകുട്ടിയാണോ മരത്തിൻ്റെ പുറത്ത് കയറുന്നത്. അടുത്ത പിന്നെ പറയാറുണ്ട് പെൺകുട്ടിയാണെങ്കിൽ നല്ല മുടി വേണം. ആദ്യം എന്താണ് മോളെ ഇന്ദിരാഗാന്ധിയെ പോലെ വളർത്തണം എന്ന് പറയുമ്പോൾ നമ്മൾ അയൺ ലേഡി എന്നൊക്കെയുള്ള രീതി നമ്മൾ ചിന്തിക്കുമ്പോൾ അടുത്തായിട്ട് പറയാം. അല്ലെങ്കിൽ എന്താണ് നല്ല കല്യാണം നടക്കത്തില്ല. അപ്പം എന്താ അടുത്ത സ്റ്റീരിയോടൈപ്പ് വന്നു, പെൺകുട്ടിയാണെങ്കിൽ എന്ത് വേണം, നല്ല മുടി വേണം. ഇനി ആൺകുട്ടിയാണെങ്കിൽ കളിക്കുന്ന കളിപ്പാട്ടങ്ങളും ഒക്കെ നമ്മളതിൽ കണ്ടതാണ്. അപ്പോൾ നോക്കി അത് കഴിഞ്ഞിട്ട് അതെടുത്ത് പെൺകുട്ടിക്ക് കൊടുക്കുന്നവരൊക്കെ നമ്മളാണ്. ഇതൊക്കെ എന്താണ് സ്റ്റീരിയോടൈപ്പുകളാണ്, നമ്മുടെ ചുറ്റിൽ നമ്മൾ കാണുന്നതാണ്. പരീക്ഷാ പേപ്പറിൽ വരുമ്പോഴത്തേക്ക് ഈ ടേം അറിയാത്തത് കൊണ്ട് നമ്മൾ ഒരിക്കലും എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും സ്കിപ്പ് ചെയ്ത് കളയാതെ പ്രെജുഡിസും സ്റ്റീരിയോടൈപ്പും ഒക്കെ നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന കാര്യമാണ്. ചിലപ്പോൾ അതിൻ്റേതായിട്ടൊക്കെ ഉള്ള മോശം അനുഭവങ്ങൾ നമ്മളും പലപ്പോഴും ജീവിതത്തിൽ പലപ്പോഴും നേരിട്ടിട്ടും ഉണ്ടാകും. നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്താണ് പ്രെജുഡിസും സ്റ്റീരിയോടൈപ്പും.
ഇനി അടുത്തൊരു ടേമിലേക്ക് കടക്കാം, സോഷ്യൽ ഇക്വാളിറ്റി. ദി ഇഫക്റ്റീവ് ടീച്ചിങ് അപ്രോച്ച് ഫോർ അഡ്രസ്സിംഗ് സോഷ്യൽ ഇക്വാളിറ്റി ഇൻവോൾവ്സ് ഇൻകോർപ്പറേറ്റിംഗ് എക്സ്പീരിയൻസ് ഓഫ് ഡൈവേഴ്സ് കമ്മ്യൂണിറ്റീസ് വിത്തിൻ ദ ചൈൽഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ കുട്ടികളുടെ ഇത്തരത്തിൽ സോഷ്യൽ ഇക്വാളിറ്റി വളർത്തി എടുക്കാനായിട്ട് ആർക്ക് സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു, ടീച്ചേഴ്സിന് സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പല കമ്മ്യൂണിറ്റിയിൽ നിന്ന്, അപ്പോൾ കുട്ടികളുടെ അവരുടെ ഒരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെൻറ്റിൻ്റെ അകത്ത് തന്നെയുള്ള കുട്ടികളുടെ അറിവിനകത്തുള്ള പലതരം കമ്മ്യൂണിറ്റിയുടെ എക്സ്പീരിയൻസിനെയൊക്കെ നമ്മൾ എന്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. പ്രൈർ ടു കാറ്റഗറൈസ് സ്റ്റുഡൻറ് ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ടീച്ചേഴ്സ് ടു കൺഫേം ദാറ്റ് ദിസ് സ്റ്റാറ്റസ് യൂസിങ് സ്പെഷ്യലൈസ്ഡ് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് എൻഷുറിംഗ് ഫെയർനെസ് ഇൻ ദ ഇവാലുവേഷൻ. പിന്നെ നമ്മൾ സോഷ്യൽ ഇക്വാളിറ്റിയുടെ കാര്യം പറയുന്ന സമയത്ത് എടുത്തു പറയുന്നൊരു പോയിന്റാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് പോകാൻ ആ കുട്ടി കറക്റ്റായിട്ട് അതിൻ്റെ ഒരു മാനദണ്ഡത്തിനനുസരിച്ച് തന്നെ ആണോ എന്നുള്ളതും ഇവാലുവേഷനൊക്കെ ഫെയർനെസ് ആയിട്ട് നടക്കാനായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു കാര്യം ഉറപ്പ് വരുത്തണം. ജസ്റ്റ് ടെക്സ്റ്റിലൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഫെയർനെസ്സിൻ്റെ പ്രോസസ്സ് വരെ നമ്മൾ പറഞ്ഞു. The cornerstone of principles related to social equality is mutual respect. ഇനി നമ്മൾ എന്താ പറയുന്നത്, സോഷ്യൽ ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി അത് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അടിത്തറ, ഒരു ആണിക്കല്ലെന്ന് പറയുന്നത് എന്താണ്, മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്, പരസ്പരമുള്ള ഒരു ബഹുമാനമാണ്. Cultivating an environment where all individuals, regardless of culture or linguistic background, are treated with respect is crucial for fostering social equality in the classroom. നമ്മൾ ഇനി ക്ലാസ് റൂമിലോട്ട് വരുമ്പോഴത്തേക്കും കുട്ടികളിൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം, എല്ലാ ഇൻഡിവിജ്വൽസും അവരുടെ കൾച്ചർ എന്താവട്ടെ, ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് എന്തോ ആവട്ടെ, എല്ലാവരും എന്ത് ചെയ്യണം, ഒരേ റെസ്പെക്റ്റോട് കൂടി നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് കഴിയണം. എന്നാൽ മാത്രമേ നമുക്ക് ക്ലാസ് റൂമിൽ നമ്മൾ ഈ സോഷ്യൽ ഇക്വാളിറ്റി എന്ന് പറയുന്ന സംഗതി ക്ലാസ് റൂമിലാണ് ആരംഭിക്കേണ്ടതെന്ന് സാരം. ഇനി നമുക്ക് ഒരു വ്യക്തി ഇത്രയൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ ഭീംറാവോ അംബേദ്കർ, ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ലീഡറായിരുന്നു. അദ്ദേഹം പല തരത്തിലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്ത ഒരു വ്യക്തിയാണ്. വളരെ യങ് ഏജിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും ഫേസ് ചെയ്യേണ്ടി വന്നു. ലേറ്റർ ബിക്കം എ കീ ഫിഗർ ഇൻ ദ ഡ്രാഫ്റ്റിംഗ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത്രയും ഡിസ്ക്രിമിനേഷൻ, വിവേചനം നേരിട്ട ആ ഒരു വ്യക്തിയാണ് പിന്നീട് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയായിട്ട് മാറിയത്. റെക്കഗ്നൈസ്ഡ് ആസ് ദ ഫാദർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ഡോക്ടർ ഭീംറാവോ അംബേദ്കർ ആണ്. അംബേദ്കർ അഡ്വക്കേറ്റ് ഫോർ ഫൈറ്റിംഗ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് പ്രൊമോട്ടിംഗ് എ സൊസൈറ്റി ഫൗണ്ടഡ് ഓൺ റെസ്പെക്ട് ഫോർ ഓൾ. നമ്മളുടെ ഈ ഒരു ജാതി വ്യവസ്ഥ, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥ, അതുമൂലം ഉണ്ടാകുന്ന ഉച്ചനീചത്വങ്ങൾ, അതിനൊക്കെ എന്ത് ചെയ്യണം, അതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേരണം എന്ന് അഡ്വക്കേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് അംബേദ്കർ. He was the first from the Mahar caste to complete college education and pursue a legal career in England. അപ്പം നമ്മുടെ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം എടുക്കുമ്പോൾ സോ കാൾഡ് ലോ കാസ്റ്റ് ആണ് മഹർ കാസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആദ്യമായിട്ട് കോളേജ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇംഗ്ലണ്ടിൽ പോയി ലീഗൽ കരിയർ കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് അംബേദ്കർ. അംബേദ്കർ ആക്റ്റീവ്ലി ലെഡ് ഇനിഷ്യേറ്റീവ് ഫോർ ദളിത് ആക്സസ് ടു ടെമ്പിൾസ് ആൻഡ് issues like high dropout rates among Dalit and Adivasi girls, attributing them to poverty and social discrimination. അപ്പം നോക്കിക്കേ, അംബേദ്കർ ദളിത്, നമ്മൾ നേരത്തെ അൺടച്ചബിൾസ് എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എന്താണ് അതിന് പകരമായിട്ട് നമ്മൾ പറയുന്ന ടൈമാണ് ദളിത്സ് എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി ആണെങ്കിൽ അവരെ ഹരിജൻസ് എന്നാണ് പറഞ്ഞത്. അപ്പം നോക്കിക്കേ, ഈ ജാതിയുടെ പേരിൽ ഏതോ കാലത്ത് ഉണ്ടാക്കി വെച്ച കുറേ സിസ്റ്റം, അതിൻ്റെ ബേസ് ചെയ്ത് ഫോളോ ചെയ്ത് വന്നിട്ട് ഒരു ഗ്രൂപ്പ് ആളുകൾ, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ജാതിയിൽ ഉൾപ്പെട്ടവരായതുകൊണ്ട് ക്ഷേത്രങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന വളരെ നീചമായിട്ടുള്ള വ്യവസ്ഥകൾ നിലനിന്നിരുന്ന ഈ നാട്ടിൽ അത്തരം നീച വ്യവസ്ഥിതികളോട് അദ്ദേഹം എന്ത് ചെയ്തു, നല്ല രീതിയിൽ എതിർക്കുകയും പൊരുതുകയും ചെയ്തു. അതോടൊപ്പം ദളിത് ആൻഡ് ആദിവാസി ഗേൾസൊക്കെ എന്താണ്, ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ്, അവർ കോളേജുകളിൽ പോയി കഴിഞ്ഞാലും സ്കൂളുകളിൽ പോയി കഴിഞ്ഞാലും ഒക്കെ ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ് കൂടുതലാണെന്നൊക്കെ മനസ്സിലാക്കി. അവർ പല പോവർട്ടി, സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഫേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡ്രോപ്പ് ഔട്ട് റേറ്റ് കൂടി വരുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത്തരം ഇഷ്യൂസിനൊക്കെ എതിരെ പ്രതികരിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ നമുക്കിവിടെ മറക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിച്ചത്, ഡിസ്ക്രിമിനേഷൻ, ഡൈവേഴ്സിറ്റിയാണ് പഠിച്ചത്. അപ്പോൾ ഡൈവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല വിധത്തിലുള്ള ഡൈവേഴ്സിറ്റി എന്ന് പഠിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, എന്താണ് ഡിസ്ക്രിമിനേഷൻ എന്ന് മനസ്സിലാക്കി, എന്താണ് പ്രജുഡിസ് എന്ന് മനസ്സിലാക്കി, എന്താണ് സ്റ്റീരിയോടൈപ്പ് എന്ന് മനസ്സിലാക്കി. ഒരു ടീച്ചർ എന്ന നിലയിൽ എങ്ങനെയാണ് സോഷ്യൽ ഇക്വാളിറ്റി നമ്മളെ ക്ലാസ് റൂമുകളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.